ഹലോ, അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ നല്ല വൈകിട്ടാട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. നിസ്കാരം കഴിഞ്ഞ ഒരു കടത്തങ്ങോട്ട് കടന്നു. ഞാൻ എണീറ്റ് വന്നപ്പോൾ കാക്കു ചെടികളൊക്കെ ശരിയാക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ റെഡി ആക്കിയിട്ട് നേഷനപ്പത്തിന് ഫുഡ് കൊടുത്തിട്ടു. അപ്പോൾ അവർ ഭയങ്കര കളിയിലാണ്. മുറ്റം ശരിയാക്കാൻ പണിക്കാരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളിന്ന് ഞായറാഴ്ച ആയത് കാരണം പിന്നെ താത്തയും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. താത്ത വെക്കുക റാവുത്തർ ബിരിയാണി ഉണ്ടല്ലോ, പാലക്കാടൻ റാവുത്തർ ബിരിയാണി. അതാണ് കേട്ടോ താത്ത എപ്പോഴും വെക്കുക. അത് താത്ത വെച്ചാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിത് താത്താൻ്റെ അടുത്ത് പോയി താത്താനെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് താത്താൻ്റെ ബിരിയാണിയുടെ റെസിപ്പി. എളുപ്പമാണിത്. നമ്മൾ വെള്ളം വറ്റിച്ചിട്ടാണ് വെക്കുക, ഊറ്റിയിട്ടല്ല. ദം ബിരിയാണി പോലെ ഊറ്റിയിട്ടല്ല. നെയ്ച്ചോറൊക്കെ വറ്റിച്ചെടുക്കില്ല, അതേപോലെ ആയിട്ടോ വെക്കാം. അപ്പോൾ പച്ചമുളക്, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി. ചെറിയുള്ളി ഇതിൻ്റെ മെയിൻ ഫ്ലേവർ ആട്ടോ. ചെറിയുള്ളിയും പുതിനയാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ നല്ലോണം വഴറ്റിയിട്ട് പിന്നെ ബീഫ് വേവിച്ചത് ഇട്ടിട്ട് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം വെക്കുക. എന്നിട്ട് വെള്ളം തിളക്കുമ്പോൾ അരിയിടുക. ജസ്റ്റ് പകുതി വേവാകുമ്പോൾ ഒന്ന് ഇളക്കി നെയ്യൊഴിച്ച് ദമ്മിടുക. അത്രയുള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശമൊക്കെ ആയി തുടങ്ങി കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. താത്തക്ക് മസാലകളും ഗരം മസാലയും മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. മുളകും പൊടിയൊക്കെ പിന്നെ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള മുളകും പൊടിയൊക്കെ കുട്ടികൾക്കൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്ക് എരിയണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അരി ഇടാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഇത് അടച്ചു വെച്ചു. ഒരു പകുതി വേവായപ്പോൾ താത്ത ഇളക്കുക. ഇനി നെയ്യൊഴിച്ചു ദമ്മിട്ടു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി പഴണിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ പോരുകയാണ് കേട്ടോ. ആ സമയത്ത് അവരുടെ കളിയാണിത്. ഇന്ന് ഫുൾ അവർ ഇതായിരുന്നു കളി. കുന്നത്തേക്ക് സൈക്കിളോ വണ്ടിയോ ഉന്തി കയറ്റുക, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, കുളിയൊക്കെ കഴിഞ്ഞ്. കാക്കുവിന് നേരത്തെ പോകണമായിരുന്നു. ഇനി ഇത് ചെലിക്കും ഉമ്മാക്കും മണ്ണിടിയത്തെ ഉമ്മാക്കൊക്കെ കൊണ്ടു കൊടുക്കാനും പാക്ക് ചെയ്യലാണ് കേട്ടോ. പിന്നെ ഞാൻ വന്ന് അവർക്കൊക്കെ കൊണ്ടു കൊടുത്ത് വന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി വന്നപ്പോൾ അവിടെ സന ഉണ്ണിയപ്പം ചൂടുന്നുണ്ട്. കുട്ടികളൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ കളി. ദൈനുവിനെ കണ്ടോ, അതിൻ്റെ മുകളിലാണ് ഇരിക്കണത്. പിന്നെ മഗ്‌രിബൊക്കെ ആയി. അപ്പോൾ കാക്കു വന്നപ്പോൾ കാപ്പി വേണം പറഞ്ഞിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്കും കാപ്പി തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ വിചാരിച്ച് ഞാനും കാക്കും ഇഷുമോൾക്കും കാപ്പി വേണം പറഞ്ഞു. അപ്പോൾ ശരിക്കും ആ സമയത്ത് കാപ്പിയൊന്നും കുടിക്കണത് നല്ലതല്ല എന്ന് പറയണത് കേൾക്കാം. പക്ഷേ ഞാൻ കുടിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നല്ലോണം നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാപ്പിയൊക്കെ ഞാൻ ഭയങ്കര അഡിക്റ്റ് പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഭയങ്കര കൺട്രോളിലാണ്. പക്ഷെ ഇന്ന് എന്തോ ഒരു തലവേദന പോലെ ഇവനെ കാക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ആ സമയം ഒന്ന് ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരണം.